ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആരും ചോദിക്കല്ലേ. എൻ്റെ ഈ കോലം കണ്ടിട്ട് പേടിക്കുകയും ചെയ്യരുത്. എനിക്ക് വയ്യ, പനിയാണ്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് മുമ്പായി വേറൊരു കാര്യം പറയാം. ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ എൻ്റെ ഫോണിൻ്റെ കവറ് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൂടുതലും ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ എൻ്റെ ആപ്പിളിൻ്റെ ഫോണിൻ്റെ കവറും ഇതുപോലെ ഓർഡർ ചെയ്തു. അങ്ങനെ സാധനം വന്നപ്പോൾ എനിക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയത്. 8ൻ്റെ പണിയെന്നല്ല പറയേണ്ടത്, 16ൻ്റെ പണിയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കാര്യം ഇതുവരെ എന്നെ ഫ്ലിപ്കാർട്ടൊന്നും ചതിച്ചിട്ടില്ല. പക്ഷേ ഈ ഫോൺ കവർ വന്നപ്പോൾ അത് ഡാമേജ് ആയിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാനത് റിട്ടേൺ അയച്ചു. എന്നിട്ട് പുതിയൊരെണ്ണം വാങ്ങിച്ചു വീണ്ടും. അപ്പോൾ ആ പുതിയ ആ കവറാണ് ഈ കവറ്. അതുപോലെ പഴയ ആ ഒരു ഡാമേജ് ആയിട്ടുള്ള ആ ഒരു ഫോണിൻ്റെ കവറിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഈ പുതിയ കവർ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതും ഡാമേജ് ആണോ എന്നറിയില്ലല്ലോ. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പാക്കിങ്ങും കാര്യമൊക്കെയാണ്. പക്ഷെ അകത്താണ് ഈ പറയും പോലെ നോക്കേണ്ടത്, ഡാമേജ് ആണോ ഇല്ലയോ എന്നൊക്കെ. എനിക്ക് തോന്നുന്നു 155 രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ ഈ കവർ വാങ്ങിച്ചത് കേട്ടോ. ഇതുവരെ എനിക്ക് ഫ്ലിപ്കാർട്ട് ഇങ്ങനെ പണി തന്നിട്ടേയില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത്. മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ഞാനിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പറ്റുന്നത്. പുറത്ത് പോയി വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് ചെയ്യുന്നത്. പുറത്ത് പോയി വാങ്ങാനുള്ള അസൗകര്യം കൊണ്ടാണ്. മുമ്പൊക്കെ പുറത്ത് പോയി വാങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ ഇരട്ട കുട്ടികളെയും കൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അതാണ് കാര്യം. ഇങ്ങനെയാണ് ഈ ഒരു കവർ വരുന്നത്. ഈ കവറിൻ്റെ ഈ ഭാഗത്താണ് മറ്റതിൽ ഡാമേജ് വന്നത് കേട്ടോ. ഇതിൽ വലിയ ഡാമേജ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാമേ നമുക്ക്. ഈ വീഡിയോ സാധാ വോയിസിലെടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ മഴയുടെ സൗണ്ടാണ് കൂടുതലും കേൾക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ കവർ കണ്ടല്ലോ, ഇതാണ് കവറ്. എൻ്റെ പഴയ കവർ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഈ വാങ്ങിച്ച കവറിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്റ്റിക്കറുകളൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മീഷോയിലായിരുന്നാലും ഫ്ലിപ്കാർട്ടിലായിരുന്നാലും ഓർഡർ ചെയ്യുമ്പോൾ റേറ്റിംഗ് നോക്കി ഓർഡർ ചെയ്യുക. അതുപോലെ ഒറിജിനൽ പിക്ചർ ഉണ്ടെങ്കിൽ അത് നോക്കി ഇട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. അപ്പോൾ ഈ കവറ് നല്ലതാണ് കേട്ടോ. ഈ കവർ ഈ വന്ന റിട്ടേൺ അയച്ചിട്ട് നമുക്ക് പുതുതായിട്ട് വന്ന കവറ് നല്ലതാണ്. ആദ്യം നമുക്ക് വന്ന കവറ് ഫുള്ള് ഡാമേജ് ആയിരുന്നു. ആ ഒരു കവറിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതാദ്യം എനിക്ക് വന്ന കവറാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്തിട്ടതാണ് ഞാനിവിടെ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ സ്ക്രാച്ച് വീണിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു ഫോണിൻ്റെ ക്യാമറ വരുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ റിട്ടേൺ അയച്ചായിരുന്നു കേട്ടോ. എന്നിട്ടാണ് മറ്റേ ആ പുതിയ കവർ ഞാൻ വാങ്ങിച്ചത്. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ കൂടുതലും സാധനങ്ങൾ. പക്ഷേ ഇത്രയും നാളായിട്ടും ഇങ്ങനെ ഡാമേജ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡാമേജ് ആയിട്ടുള്ള സാധനം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പക്ഷേ അത് ക്ലിയർ ചെയ്ത് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നപ്പോൾ നല്ല സാധനം തന്നെ എനിക്ക് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.